നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. പുതുവർഷം പിറന്നതോടെ തിരഞ്ഞെടുപ്പിന്റെ ചൂടും ഏറി വരികയാണ്. ഇന്ത്യ സഖ്യവും ബി.ജെ.പിയും നേരിട്ട് കളത്തിലിറങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള പോര് തന്നെ ഇവിടെ ഉണ്ടാവുമെന്നത് തീർച്ചയാണ്. അയോധ്യ ഉദ്ഘാടനത്തോടെ ഏത് നിമിഷവും തിരഞ്ഞെടുപ്പ് തീയതി പുറത്തു വരാം എന്ന സ്ഥിതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. ബി.ജെ.പി പ്രതീക്ഷയോടെ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കോൺഗ്രസ് ആവട്ടെ ആകെ ഒരു അങ്കലാപ്പിലാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ തോൽവി കോൺഗ്രസിനെ നന്നെ ക്ഷീണിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നണി നേതാക്കൾ അംഗീകരിച്ചിട്ടില്ല. പുതിയ പ്രതീക്ഷകളുമായി രാജ്യത്ത് 2024 പുതുവർഷം പിറന്നു. രാജ്യമെങ്ങും ആഘോഷത്തോടെയാണ് പുതുവർഷത്തെ വരവേറ്റത്. രാജ്യത്തെ പ്രധാന നഗരങ്ങളായ ദില്ലി, മുംബൈ, ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ ആളുകൾ ആഘോഷവുമായി രംഗത്തിറങ്ങി. ഷിംലയിൽ ഇതുവരെ ഇല്ലാത്ത തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗോവയിലും ആഘോഷം പൊടിപൊടിച്ചു. കേരളത്തിൽ കൊച്ചി, തിരുവനന്തപുരം നഗരങ്ങളിൽ വലിയ ആഘോഷത്തോടെ ജനം പുതുവർഷത്തെ വരവേറ്റു. രാജ്യത്തെ പ്രമുഖർ ജനങ്ങൾക്ക് പുതുവർഷ ആശംസകളും നേർന്നു. പുതുവത്സരാശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലാണ് അദ്ദേഹം ആശംസകൾ അറിയിച്ചത്. ഈ വർഷം രാജ്യം ഏറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഈ ഊർജം പുതിയ വർഷത്തിലും മുന്നോട്ടു പോകാൻ സഹായിക്കുമെന്നും കൂട്ടിച്ചേർത്തു. കായിക മത്സരങ്ങളിലും ഓസ്കാറിലും ഇന്ത്യ വലിയ നേട്ടങ്ങൾ നേടിയെടുത്തു. പാരീസ് ഒളിമ്പിക്സിലും രാജ്യം വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുമെന്നും മോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വികസിത ഭാരതത്തിന്റെ ഗുണം യുവാക്കൾക്കാണ് കൂടുതൽ ലഭിക്കുക. പുതുവർഷത്തിൽ യുവാക്കൾ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകണം. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ശ്രദ്ധ വേണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. അക്ഷയ് കുമാർ, വിശ്വനാഥൻ ആനന്ദ്, ജഗ്ഗി വാസുദേവ് തുടങ്ങിയവർ മൻ കി ബാത്തിൽ ഫിറ്റ്നസ് സന്ദേശം നൽകി. കൂടാതെ മില്ലറ്റ് അടിസ്ഥാനമാക്കിയ സ്റ്റാർട്ടപ്പുകളെ പ്രധാനമന്ത്രി പരിചയപ്പെടുത്തുകയും ചെയ്തു. ഈ വർഷത്തെ അവസാനത്തെ മൻ കി ബാത്താണ് ഇന്നലത്തേത്. മൻ കി ബാത്തിന്റെ 108ാമത് എഡിഷനാണിത്. അതേസമയം പ്രധാന നഗരങ്ങളിൽ പോലീസ് നിയന്ത്രണങ്ങൾക്കിടെയാണ് ആഘോഷം നടന്നത്. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ പുതുവത്സരം ആഘോഷിക്കാനെത്തിയവരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. പാട്ടും ഡാൻസും ഒക്കെയായി ആഘോഷിക്കുകയാണ് ജനങ്ങൾ. തിരുവനന്തപുരത്തെ മാനവീയം വീഥിയിലും കനകക്കുന്നിലുമെല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അലങ്കാര ദീപങ്ങളാൽ മനോഹരമാക്കിയ കനകക്കുന്നിലെത്തി ഫോട്ടോ എടുത്തും മറ്റ് ആഘോഷങ്ങളിൽ പങ്കുചേർന്നുമാണ് ആളുകൾ പുതുവർഷത്തെ വരവേൽക്കുന്നത്. ആഭ്യന്തര വിദേശ സഞ്ചാരികളാണ് ആയിരങ്ങൾ കോവളത്ത് പുതുവർഷം ആഘോഷിക്കാനെത്തിയത്. ആലപ്പുഴ, കോഴിക്കോട് തുടങ്ങിയ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വിവിധയിടങ്ങളിലായി പുതുവത്സരാഘോഷം നടക്കുന്നുണ്ട്. പസഫിക്കിലെ ചെറുദ്വീപ് രാജ്യമായ കിരാബത്തി ദ്വീപിലാണ് 2024 ആദ്യമെത്തിയത്. പിന്നാലെ ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും പുതുവർഷം പിറക്കുകയായിരുന്നു. പുതുവത്സരത്തെ ആഘോഷപൂർവ്വം വരവേൽക്കുകയാണ് ലോകം. കിരിബാത്തി ദ്വീപിലും ഇതിനു പിന്നാലെ ന്യൂസിലൻഡിലും പുതുവർഷം എത്തിയതിനു പിന്നാലെ ആഘോഷങ്ങളും തുടരുകയാണ്. ലോകത്തെ ഒറ്റപ്പെട്ട ദ്വീപുകളിൽ ഒന്നാണ് കിരിബാത്തി. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയോട് തൊട്ടുകിടക്കുന്ന രാജ്യമാണിത്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30ഓടെയാണ് കിരിബാത്തിയിൽ പുതുവർഷം എത്തിയത്. ഇതിനു പിന്നാലെയാണ് ന്യൂസിലൻഡിലും പുതുവർഷം പിറന്നത്. സമോവയ്ക്കും ഫിജിക്കും സമീപമുള്ള മധ്യ പസഫിക് സമുദ്രത്തിലെ മനോഹരമായ ചെറു ദ്വീപ് രാഷ്ട്രമാണ് കിരിബത്തി. കിരിബത്തിയിൽ 33 ദ്വീപുകളിൽ 21 എണ്ണത്തിൽ മാത്രമാണ് ജനവാസമുള്ളത്. ഇവയെ ഗിൽബർട്ട് ദ്വീപുകൾ, ഫിനിക്സ് ദ്വീപുകൾ, ലൈൻ ദ്വീപുകൾ എന്നിങ്ങനെ 3 മേഖലകളിലായി തിരിച്ചിട്ടുമുണ്ട്. ഏകദേശം 12,000 ആളുകൾ താമസിക്കുന്ന ഈ രാജ്യം തെങ്ങിൻ തോപ്പുകൾക്കും മത്സ്യ ഫോമുകൾക്കും പേരുകേട്ടതാണ്. പുതുവത്സരാഘോഷ തിമർപ്പിലാണിപ്പോൾ കിരിബാത്തി ദ്വീപിലുള്ളവർ.